ദാരുണമായ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നത്. ആ വാർത്ത നമ്മൾ എങ്ങനെയാണ് ആ വാർത്തയുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഏത് ഭാഗത്താണ് ന്യായം എന്നുള്ളത് നമ്മുടെ മനസ്സിലും ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്ന ഒരു വാർത്തയാണ് കൊല്ലത്ത് നിന്ന് വന്നത്. കുഞ്ഞിന് പാല് കൊടുത്തില്ലെന്ന് ആരോപിച്ച് 19-കാരിയെ ഭർത്തൃവീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. കൊല്ലം നീണ്ടകര നീലേശ്വരം തോപ്പ് സ്വദേശി അലീനയാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. പ്രസവം കഴിഞ്ഞ് 27-ാം ദിവസം കാലും കൈയും കെട്ടിയിട്ട് മർദ്ദിച്ചെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. 27 ദിവസത്തിനകം സാർ ഇല്ല, ഈ മെനഞ്ഞാന്നായിരുന്നു സംഭവം നടന്നത്. കുഞ്ഞിനെ വാങ്ങാൻ നേരത്തെ ഹസ്ബൻഡിന് മാറെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മാറ്റിയതേ ഉള്ളൂ. അപ്പോൾ അയാൾ എൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ച് എന്നെ താഴെ കൊണ്ട് കിടത്തി കട്ടിലിൽ കൊങ്ങയ്ക്ക് കയറിയൊക്കെ പിടിച്ച് എൻ്റെ ഭർത്താവും അവൻ്റെ ചേട്ടനും അച്ഛനും എല്ലാവരും കൂടി വന്ന് എന്നെ നല്ലതുപോലെ മർദ്ദിച്ച് ചെയ്തത്. അതേസമയം കുഞ്ഞിനെ ഉപദ്രവിച്ചപ്പോഴാണ് മർദ്ദിച്ചതെന്ന് ഭർത്താവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പോലീസിനോട് റിപ്പോർട്ട് തേടിയതായും റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതായിട്ടുണ്ട്. എത്രത്തോളം സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലയിലുള്ള സമീപനങ്ങളാണ് വീടുകളുടെ അകത്തളങ്ങളിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണിത് വ്യക്തമാക്കുന്നത്. കൊല്ലത്തെ ഒരു സഹോദരിക്ക് ഉണ്ടായിട്ടുള്ളത് ക്രൂരമായിട്ടുള്ള രൂപത്തിൽ പീഡനത്തിനിരയായി എന്നാണ് വാർത്ത. വീട്ടുകാരുടെ മർദ്ദനത്തിനിരയായി എന്നുള്ളതാണ് വാർത്ത കൊണ്ട് മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ അന്വേഷിച്ചുകൊണ്ട് പീഡനം നടത്തിയിട്ടുള്ള മർദ്ദിച്ചിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കമ്മീഷൻ നൽകുന്നതായിരിക്കും. കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ആ കാര്യത്തിൽ അന്വേഷിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് എടുക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കും. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, 19 വയസ്സേ ഉള്ളൂ ആ കുട്ടിയെന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഒരു പെൺകുട്ടിയിൽ നിന്നൊരു യുവതിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ അവർ. 19 വയസ്സ്, കുഞ്ഞിനെ പ്രസവിച്ച് 27 ദിവസമായപ്പോഴാണ് ഈ മർദ്ദനമേൽക്കുന്നത്. കുഞ്ഞിനെ മാറ്റിവെച്ചപ്പോഴാണോ, കുഞ്ഞിനെ ഉപദ്രവിച്ചപ്പോൾ മർദ്ദിച്ചു എന്നൊക്കെ പറയുന്ന വാദം നിലനിൽക്കുമോ? ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താണ് ദിലീപ്? സുജിയ, നമ്മൾ നേരിട്ട് കണ്ട ഈ കാഴ്ച അതിവേദനാജനകമാണ്. കാരണം ഈ കുട്ടിയുടെ, അതായത് കുട്ടി എന്ന് പറയുന്നത് ഈ 19 വയസ്സുകാരിയെ സുജിയ സൂചിപ്പിച്ചതുപോലെ ഒരു അമ്മയാകേണ്ട പ്രായം പോലും ആയിട്ടില്ല. ഈ 19-കാരിയുടെ കാലിനും കൈക്കും കെട്ടിയിട്ട പാടുകൾ ഇപ്പോഴുണ്ട്. തോല് ഉരിഞ്ഞു പോയ പാടുകളുണ്ട്. കഴുത്തിനും നെറ്റിയിലും മുഖത്തും, അതായത് പുറത്ത്, പെൺകുട്ടിയുടെ പുറത്തടക്കം മർദ്ദനമേറ്റതിൻ്റെ കൃത്യമായ പാടുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ കുട്ടി പറയുന്നത് അതായത് 19-കാരിക്ക് ഫിക്സിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് നേരത്തെ, അതായത് കുഞ്ഞിന് ഈ 27 ദിവസം പ്രായമുള്ള കുഞ്ഞിന് പാല് കൊടുത്ത് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് താൻ അപ്പുറത്തെ മുറിയിൽ വിശ്രമിച്ചത്. ഈ സമയത്താണ് ഭർത്താവിൻ്റെ പിതാവ് അവിടെ എത്തുകയും കുഞ്ഞിന് പാല് കൊടുത്തില്ലേ എന്ന് ചോദിച്ച് ആദ്യം മർദ്ദിക്കുന്നത് ഭർത്താവിൻ്റെ പിതാവാണ്. പിന്നീട് ഭർത്താവിൻ്റെ സഹോദരനും അമ്മയും മർദ്ദിച്ചതിന് ശേഷമാണ് ഭർത്താവ് എത്തുന്നത്. സുജിയ, ആ ദൃശ്യങ്ങൾ, അതായത് ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യ പകർത്തിയ ദൃശ്യങ്ങൾ നമ്മളെപ്പോലും വേദനിപ്പിക്കുന്നത്. അതായത് 27 ദിവസം പ്രസവിച്ച് 27 ദിവസം കഴിഞ്ഞ് സിസേറിയൻ്റെ സ്റ്റിച്ച് പോലും ഉണങ്ങുന്നതിന് മുൻപാണ് ഈ പെൺകുട്ടിക്ക് ഈ ഭർത്താവിൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നും സഹോദരൻ്റെ കയ്യിൽ നിന്നും മാതാവിന് ഈ പെൺകുട്ടിയുടെ ദേഹത്ത് കയറി ഇരുന്ന് അടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണിച്ചു വരുമ്പോൾ അത് എത്രത്തോളം വേദനാജനകമാണ്. കാരണം ഈ കുട്ടിക്ക് നിൽക്കാനോ നടക്കാനോ പറ്റാത്ത ഒരവസ്ഥയാണ്. പ്രസവം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഈ ഭർത്താവിൻ്റെ വിശദീകരണം എന്നെ എടാ എന്ന് വിളിച്ചു, രണ്ടാമത് കുട്ടിയെ കിടക്കയിലേക്ക് ഇട്ടു എന്നോ, അതായത് ഈ 27 ദിവസം പ്രായമായ കുട്ടിയെ കിടക്കയിലേക്ക് ഇട്ടത് ചോദ്യം ചെയ്തു എന്നാണ്. അപ്പോൾ അലീന നമ്മളടുത്ത് പറഞ്ഞത്, ഞാൻ കുട്ടിയെ വെച്ചതാണ്, അവിടെ കിടന്ന് ഉറങ്ങുന്ന പ്രശ്നമായിരുന്നു. പക്ഷേ ഈ നേരത്തെ തന്നെ 5-ാം മാസത്തിൽ തുടങ്ങി, ഗർഭിണിയായ 5-ാം മാസത്തിൽ തുടങ്ങിയ മർദ്ദനമാണ്. സ്ത്രീധനത്തിൻ്റെ പേരിലടക്കം തന്നോട് വഴക്ക് കൂടുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞെത്തുന്നത്. പക്ഷേ ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള മർദ്ദനമേറ്റതിൻ്റെ പശ്ചാത്തലത്തിൽ ചവറ പോലീസിന് പരാതി നൽകിയെങ്കിലും ചവറ പോലീസ് ഇതൊരു കുടുംബ വഴക്കായി കാണുകയും അത് ഒത്തുതീർപ്പിനുള്ള ശ്രമം നടത്തുകയുമാണ് ചെയ്തത്. പക്ഷേ ഈ കുട്ടിയെ മർദ്ദിച്ചതിൻ്റെ പേരിൽ ഈ ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ പിതാവിനും സഹോദരനും അമ്മയ്ക്കുമെതിരെ കേസെടുക്കാൻ ചവറ പോലീസ് കൂട്ടാക്കിയില്ല. ഇതാണ് ഈ കുട്ടി വീട്ടിൽ മർദ്ദനമേറ്റ് അവശയായി മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പെൺകുട്ടിയുടെ വീട്ടുകാരെത്തുന്നതും ഈ വീട്ടുകാർ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും. ഇത് മാധ്യമങ്ങൾ അറിയേണ്ടതുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടുമാണ് ഇവർ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിച്ചത്. പക്ഷേ ഈ കുട്ടി ഏറ്റ മർദ്ദനം വലിയ തോതിൽ തെളിവ് സഹിതമുള്ളതാണ്. അത് ആ കുട്ടിയുടെ ദേഹത്ത് മുഴുവൻ ആ പാടുകളുണ്ട്. ആ കുട്ടിയുടെ കണ്ണുനീരുണ്ട്. കാരണം വീട്ടുകാരെ മുഴുവൻ പിണക്കിക്കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനൊപ്പം ഇറങ്ങിത്തിരിച്ചതാണ്. ആ പുരുഷനാണ് ഈ
ഇപ്പോൾ ഈ കുട്ടിയെ അകാരണമായി മർദ്ദിച്ചിരിക്കുന്നത്. ഒരു കാരണമില്ലാത്ത കാര്യം കൊണ്ടാണ് ഈ കുട്ടിക്ക് മർദ്ദനമേറ്റി. ഇപ്പോൾ ഈ സംഭവത്തിൽ വനിതാ കമ്മീഷൻ അടക്കം ഇടപെട്ടിട്ടുണ്ട്. വനിതാ കമ്മീഷൻ പോലീസിന്റെ അടുത്ത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പോലീസ് ശരി, ഇക്കാര്യത്തിൽ ഇതിന്റെ ഫോളോ അപ്പുകൾ ഉറപ്പാക്കുക ദിലീപ് ദേവസ്യ. അതായത് പ്രസവശേഷം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ പരിഹരിക്കുന്നതിനുമൊക്കെ വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ അനിവാര്യമാണ്. 19 വയസ്സേ പ്രായമുള്ളൂ എന്നത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കി തന്നെ വേണം അതിനോട് ഇടപെടാൻ എന്നുള്ളത് കൂടി ആ കുടുംബത്തോട് നമുക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. പ്രസവം കഴിഞ്ഞ് 27-ാം ദിവസമാണ് ഇങ്ങനൊരു ക്രൂരത ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ചവറ പോലീസ് കേസെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനും ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു.